വിഷുപ്പുലരിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം ഇന്ന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തരുടെ തിരക്ക് ഇന്ന് കണി കാണാനായി ഗുരുവായൂരിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നുണ്ടാകുന്നത്. 2:42-നും 3:42-നും ഇടയിലായിരുന്നു ഇന്ന് വിഷുക്കണി ദർശനം ഗുരുവായൂരിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശബരിമലയിലും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലുമൊക്കെ നല്ല തിരക്കാണ്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലും നിരവധി പേരാണ് ദർശനം നടത്താൻ എത്തിയത്. ജേസൺ ചമവളപ്പിലുണ്ട് ഗുരുവായൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ. ജേസൺ, വിഷുവാശംസകൾ. എങ്ങനെയുണ്ട് തിരക്ക് ഗുരുവായൂരിൽ? തീർച്ചയായും ഇന്ന് വിഷു കണി ദർശനത്തിനായി കഴിഞ്ഞ ദിവസം തന്നെ ഭക്തർ എത്തിച്ചേർന്നിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനായി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ആളുകൾ എത്തിച്ചേർന്നിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം ശരിയായി 2:42 മുതൽ 3:42 വരെയായിരുന്നു. ആ സമയത്താണ് വിഷുക്കണി ദർശനത്തിന് അവസരം ഒരുക്കിയിരുന്നത്. പിന്നീട് സ്വാഭാവികമായ ദർശനമാണ്. പക്ഷേ വിഷുക്കണി ദർശനത്തിന് എത്തിയവരുടെ നീണ്ട നിര ക്ഷേത്രത്തിൻ്റെ പരിസരവും കടന്ന് കിലോമീറ്ററുകൾ കടന്നിട്ടുണ്ട്. അത്രയേറെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. ഇത് ക്ഷേത്രത്തിന് തൊട്ട് മുൻപിലുള്ള ദീപസ്തംഭത്തിന് മുമ്പിലുള്ള ദൃശ്യമാണ്. അതിനുമപ്പുറത്ത് രണ്ട് ഭാഗത്തും, അതായത് വടക്കേ ഭാഗത്തും അതുപോലെ തന്നെ തെക്കേ ഭാഗത്തും വരി നീണ്ടു പോവുകയാണ്. ഇത് വിഷുക്കണി ദർശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ക്ഷേത്രത്തിനകത്ത് പ്രത്യേകം വിഷുക്കണി ഒരുക്കിയിരുന്നു. സ്വർണം, അതുപോലെ തന്നെ അരി, പൂക്കൾ, തേങ്ങ തുടങ്ങിയ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ആദ്യം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഇത് ഒരുക്കി വച്ചിരുന്നത്. ആദ്യം മേൽശാന്തി കണി കാണും, അതിനുശേഷം ഗുരുവായൂരപ്പനെ കണി കാണിക്കും. തുടർന്നാണ് വിഷുക്കണി പൊതുജനങ്ങൾക്ക്, അതായത് ഭക്തർക്ക് വിഷുക്കണി ദർശനം ഒരുക്കിയിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചത് പോലെ തന്നെ മുഴുവൻ ആളുകൾക്കും ഒന്നും ആ സമയത്ത് വിഷുക്കണി ദർശനം നടത്താൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അത്രയേറെ ഭക്തജന തിരക്കാണ് ഈ പരിസരത്ത് മുഴുവനായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ തെക്കും അതുപോലെ തന്നെ വടക്കും ഭാഗങ്ങളിലായി നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. അപ്പുറത്ത് ആളുകൾ, താഴെ വിഷുക്കണി ദർശനത്തിനായി എത്തിയ ആളുകൾ ക്യൂവിൽ നിന്ന് കിടന്നുറങ്ങുന്ന അതായത് തളർന്നുറങ്ങുന്ന സ്ഥിതി വരെയുണ്ട്. അത്രയേറെ ജനത്തിരക്കാണ്, അത്രയേറെ ക്യൂ ആണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തുള്ളത്. പുറത്തുള്ളത്. അകത്ത് ഇപ്പോൾ ദർശനത്തിൻ്റെ ഉള്ളിൽ പൂജകളും മറ്റും നടക്കുന്നതുകൊണ്ട് ദർശനത്തിനുള്ള ഇപ്പോൾ താൽക്കാലികമായി ദർശനം നിർത്തിവെച്ചിരിക്കുകയാണ്. പൂജകളും മറ്റും പൂർത്തിയായ ശേഷമാണ് വീണ്ടും ആളുകളെ അകത്തേക്ക് കയറ്റുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. പ്രത്യേകം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേകം സംവിധാനങ്ങൾ തന്നെ ഇത്തവണ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കിടന്ന് ക്യൂവിൽ നിന്ന് വയ്യാതാവുന്ന ആളുകൾക്ക്, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആളുകളൊക്കെ തൊഴാൻ വന്ന ആളുകൾ താഴെ കിടന്നുറങ്ങുകയാണ്. അത്രയേറെ ക്യൂ ആണ്. ഓരോ ഘട്ടം ഘട്ടമായി മാത്രമേ ആളുകളെ അകത്തേക്ക് കയറ്റി വിടുന്നുള്ളൂ. അത്രയേറെ ക്യൂ ആണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. നിരവധി പ്രമുഖർ രാവിലെ തന്നെ, പുലർച്ചെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനത്തിന് എത്തിയിരുന്നു. ഇനിയും അവരുടെ ഒഴുക്ക് നീളുക തന്നെയാണ് ചെയ്യുന്നത്. ഇവരെല്ലാം ദർശനം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ക്ഷേത്ര നട അടയ്ക്കൂ. ഇതോടൊപ്പം തന്നെ വിഷു സദ്യയും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഒരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് വിഷുവാണ്, അതോടൊപ്പം തന്നെ അവധിയാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് വലിയ തോതിൽ ഭക്തർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ മണിക്കൂറുകൾ, ഇന്നലെ വൈകിട്ടൊക്കെ വന്ന് ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നവർ നിന്ന് ഒരു സൈഡിൽ കിടന്നുറങ്ങുന്ന സ്ഥിതിയാണ്. ഇനിയും മണിക്കൂറുകളെടുക്കും ദർശനം പൂർത്തിയാക്കാൻ. അത്രയേറെ ഭക്തരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കാണിക്കുന്ന ദൃശ്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്ത് ഉള്ള ദൃശ്യങ്ങളാണ്. ഇതേ സ്ഥിതി തന്നെയാണ് വടക്കു ഭാഗത്തും ദർശനത്തിനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തും. ഭക്തരുടെ നീണ്ട ക്യൂ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ക്ഷേത്ര നട അടയ്ക്കുക. അതിനർത്ഥം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന മുഴുവൻ ആളുകൾക്കും ദർശന സൗകര്യം ഒരുക്കാൻ
ഗുരുവായൂർ ദേവസ്വം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും മണിക്കൂറുകൾ എടുത്ത ശേഷം മാത്രമേ ഇവരുടെ ദർശനം സാധ്യമാകൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ശ്രുതി. ശരി ജെയ്സൺ, എന്തായാലും ഗുരുവായൂരിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ജെയ്സൺ പങ്കുവച്ചത്.